ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമുള്ള നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ പരസ്യമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ പ്രാഗൽഭ്യവും ദൈവകൃപയും അവസരം നൽകിയ ദൈവത്തിന് ഞങ്ങൾ ഈ പകൽ കുടുംബമായി നന്ദി പറയുന്നു. We want to thank the Lord for this opportunity to stand before you as a family and to stand with the word of God in front of you. ഈ വിശുദ്ധ സഭായോഗത്തിന് ഈ ആലയത്തിൽ കടന്നു വന്നും നിങ്ങളുടെ താൽക്കാലിക ഭവനങ്ങളിൽ പാർത്തുകൊണ്ടും ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ മാന്യതയും മക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. We bring Christian greetings to all those who are gathered in the sanctuary this morning and those who are joining us from the comforts of your own homes. അടുത്ത 35 മിനിറ്റുകൾ ദൈവജന കേൾവിക്കായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. I want to invite your attention to the word of God for the next 30 minutes. ഞാൻ ഇന്ന് പകൽ പ്രസംഗിക്കുന്ന സന്ദേശം നിങ്ങൾ ഹൃദയം തുറന്ന് കേൾക്കണമെന്നും ആ വചനത്തിനു മുമ്പാകെ സമർപ്പിക്കണമെന്നും ഞാനും പരിശുദ്ധാത്മാവും ആഗ്രഹിക്കുന്നു. I, along with the Holy Spirit, want you to open your hearts and receive the word as I speak today. എൻ്റെ ഇന്നത്തെ ചിന്തയ്ക്കായി ആമോസിൻ്റെ പ്രവചനം 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിച്ച് അതിനെ അധികരിച്ചുകൊണ്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. For the meditation today, let us turn our attention to the book of Amos, chapter 4, verses 11 and 12. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാനിത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 13-ാം വാക്യം. ഇതാരാണ് പറയുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന പദം. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇന്നതെന്നറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതകളിൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഈ പദങ്ങൾക്ക് ഒരു തലവാചകം കൊടുത്താൽ ഇങ്ങനെ കൊടുക്കാം: പ്രിപ്പയർ ടു മീറ്റ് യുവർ ഗോഡ്. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. The title of the sermon today is Prepare to Meet Thy God, from Amos chapter 4 verses 12 and 13. ഈ പദങ്ങൾ നമുക്ക് അന്യമായ ഒരു പദമല്ല. നാം സ്ഥിരമായി ഒക്കെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു വാക്യമാണ് ഈ വാക്യങ്ങൾ. This is not in a very unfamiliar portion to us, but very familiar thing that we always hear and listen to. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളാണ് ദൈവം നമുക്ക് നൽകിയത്. In the Old Testament there are 39 books. അതിനെ എബ്രായ പുസ്തകത്തിൽ 3 പ്രധാനമായി തിരിച്ചിരിക്കുന്നു. And in the Hebrew books it is divided into 3. തിയോളജിയന്മാർ അങ്ങനെ കൊടുത്തു. ടാനക് എന്നാണ് പറഞ്ഞത്. ടാനക് എന്നാണ് പറഞ്ഞത്. ടാനക്. It is called Tanakh. അത് പറയാൻ കാര്യമുണ്ട്. ആദ്യത്തെ 5 പുസ്തകങ്ങൾ തോറ എന്നും പിന്നെ അങ്ങോട്ട് കെത്തൂബീം എന്നും നബീമും എന്നാണ് തിരിച്ചിരിക്കുന്നത്. So the first 5 books are called Torah, then the books are divided as Ketubim and Nabim. കെത്തൂബീം എന്ന് പറയുന്നത് യോശുവ മുതൽ ഉത്തമഗീതം വരെയുള്ള പദ്യങ്ങളും ചരിത്രങ്ങളുമാണ്. From Joshua until songs of Solomon, that is divided as Ketubim. യെശയ്യാ മുതൽ മലാക്കി വരെയുള്ള 17 പ്രവചന പുസ്തകങ്ങളെയാണ് നബീം എന്ന് പറയുന്നത്. From Isaiah until Malachi, those books are called Nabim. ഈ 17 പുസ്തകങ്ങളെ പഠനാർത്ഥം തിയോളജിമാർ ഇങ്ങനെ വിളിച്ചു: മേജർ പ്രോഫറ്റ് എന്നും മൈനർ പ്രോഫറ്റ്, വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും വിളിച്ചു. The books of prophecy is further divided for clarification of study as major and minor prophets. കാലഘട്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ യോവേലാണ് ആദ്യമായി പ്രവചിക്കുന്നത്. If you would look in chronological order, Joel is the first prophet to prophesy. നമ്മുടെ ജോയലാണ് പ്രവചിച്ചത്. So like our Joel, Joel at that time prophesied as first of the prophets. പക്ഷേ പുസ്തകത്തിൽ യെശയ്യാവാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. But in the Bible, the book of Isaiah comes first. പക്ഷേ കാലഘട്ടം നോക്കുമ്പോൾ യോവേലാണ് ആദ്യം പ്രവചിക്കുന്നത്. But chronologically it's Joel who prophesied first. യോവേൽ കഴിഞ്ഞാൽ പിന്നെ ആമോസ് ആണ് രണ്ടാമതായി ഈ കാര്യങ്ങൾ പ്രവചിക്കുന്നത്. And after Joel it was Amos. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ ചരിത്രം തിരിച്ച സംഭവമാണ് 70 വർഷത്തെ പ്രവാസകാലം. And 70 years of exile was what determined the future of Israelites. പ്രവാസകാലത്തെ
അടിസ്ഥാനപ്പെടുത്തി പ്രവാചകന്മാരെ തിരിച്ചാൽ ഇങ്ങനെ പറയാൻ പറ്റും. No, if you would look at the exile of the Israelites, the prophets can be divided into three. പ്രവാസത്തിന് മുൻപ് പ്രവചിച്ചവർ, പ്രവാസത്തിൽ പ്രവചിച്ചവർ, പ്രവാസത്തിന് ശേഷം പ്രവചിച്ചവർ. The prophets before exile, the prophets during the exile, and the ones after the exile. പ്രവാസത്തിന് മുൻപ് പ്രവചിച്ച പ്രവാചകനാണ് ആമോസ്. And Amos was one of the prophets who prophesied before they went into exile. ആമോസ് ആവർത്തിച്ച് പറഞ്ഞൊരു പദമുണ്ട്. And there is something that Amos repeatedly said. ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ പാപത്തിൽ തുടർന്നു പോയാൽ, The children of God, if you would continue in your sin, കൊളുത്തുകൊണ്ട് വലിച്ചോണ്ട് നിങ്ങളെ കൊണ്ടുപോകും. you will be taken with a hook. ശത്രു രാജ്യങ്ങൾ അടിമകളായി കൊണ്ടുപോകും. And the enemy, the nations will take over you. പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. And Amos prophesied that you should come back to God, repenting of your sins. 4-ാം അധ്യായം 4-ാമത്തെ പദം വായിക്കുമ്പോൾ, Chapter 4 verse 4. 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ 4:2 വായിക്കുന്ന ഇങ്ങനെയാണ്. Chapter 4 verse 2. ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ടും പിടിച്ചു കൊണ്ടുപോകുന്ന കാലം മുമ്പിൽ വരുന്നുണ്ടെന്ന്. This is what the prophet said. Behold, the days are coming upon you when they shall take you away with hooks, even the last of you with fish hooks. ചരിത്രം അങ്ങോട്ട് മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ, As history goes, നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നത്, ലിറ്ററൽ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ യുവത്വങ്ങളെ പിടിച്ച്, ഇസ്രായേൽ മക്കളെ പിടിച്ച് ജാതി രാജാക്കന്മാർ നെബൂഖദ്നേസർ, അശൂർ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ വായ്ക്കകത്ത് ചള്ളക്കകത്ത് ചൂണ്ടലിട്ട് ജനത്തെ വലിച്ചുകൊണ്ട് പോയി ചരിത്രം രേഖപ്പെടുത്തിയേക്കുന്നു. And if you would read in the book of Kings, and if you would study history, you can see that literally the children of God, the Israelites, were taken away with hooks, even inside of their mouths. യേശുവിന്റെ കയ്യിൽ ആണി അടിച്ച സ്ഥലം, ഈ സ്ഥലത്തേക്ക് ചൂണ്ടൽ കയറ്റി ഇറക്കി മനുഷ്യരെ വലിച്ചോണ്ട് പോയ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. And the history gives us evidence that the children of God were taken into captivity with hooks nailed through their hands. നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാൻ ആ പദത്തിലേക്ക് കൊണ്ടുവരാം. 12-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. Verse 12, when we come to it. അതുകൊണ്ട് ഇസ്രായേലേ, Therefore Israel, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. I will do this to you. അതുകൊണ്ടെന്ന പദം നമ്മളെ കൊണ്ടുപോകുന്നത് മുൻപോട്ടുള്ള വാക്യങ്ങളിലാ. And when we read therefore, we should ask, what is it mentioning there? ആമോസ് പ്രവചിക്കുന്ന കാലം യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലവും ഇസ്രായേൽ രാജാവായ യെരോബയാം രണ്ടാമന്റെ കാലവുമാണ്. And the time that Amos was prophesying was the time of the king of Judah, Jeroboam, and Uzziah. രാജ്യം രണ്ടായി ഭാഗിച്ചു, യഹൂദ എന്നും ഇസ്രായേൽ എന്നും പറയുന്നു. And the division of the country happened as Judah and Israel. ആമോസ് 1:1 കൊടുത്തിട്ടുണ്ട് ആരാ കാലത്ത് ഭരിക്കുന്നതെന്ന്. And if you read the verse chapter 1 verse 1, you can see who is ruling at that time. എന്തുകൊണ്ടാണ് ആരാ ഭരിക്കുന്നതെന്ന് പറയാൻ കാരണമുണ്ട്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. There is a reason why it said who is ruling the nation then. ആമോസ് പ്രവചിക്കുന്ന കാലഘട്ടം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാ. That is in order for us to understand the time. എന്ന് പറഞ്ഞ ഉസിയാവിന്റെ കാലം ചരിത്രം പഠിക്കുമ്പോൾ ഇസ്രായേലിന്റെ ജീവിതത്തിലെ സമ്പൽ സമർത്ഥമായ കാലമായിരുന്നു. And the time of King Uzziah was a very prosperous time for the nation of Israel. എല്ലാവർക്കും വിളവങ്ങോട്ട് വിളഞ്ഞു. And everyone had plenty of harvest. ഇല്ലാത്തവനും ഉള്ളവനും ഒരുപോലെ സമ്പത്ത് ഇഷ്ടം പോലെ. And the rich and the poor were prosperous alike. ഇനി ആർക്കെങ്കിലും സമ്പത്ത് കുറവാണെങ്കിൽ ഉസിയാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് സമ്പത്ത് കൊടുക്കും, പണം കൊടുക്കും. And if anyone was poor in the country, the king's palace was giving them enough things. ആ കാലത്ത് പ്രവചിക്കുന്ന പ്രവാചകന്മാർക്കും പുരോഹിതന്മാർക്കും വരെ ശമ്പളവും കിമ്പളവും കൊട്ടാരത്തിൽ നിന്ന് വരും. And the priests and the prophets were getting all these money and benefits from the king's palace directly. സമ്പത്ത് അങ്ങോട്ട് വർദ്ധിച്ചപ്പോൾ, as they were becoming more and more rich, സമ്പത്ത് വർദ്ധിച്ചങ്ങോട്ട് അഹങ്കാരം പുളഞ്ഞു കയറി. and the people became so proud of their riches. ആത്മീയത്തിൽ അധപ്പതനത്തിലേക്ക് ജനം വന്നു. And spiritually they started coming down. പാപം അങ്ങോട്ട് വർദ്ധിച്ചു വന്നു. They started sinning against God. പാപം വർദ്ധിക്കുന്നു, ശമ്പളവും കാശും വർദ്ധിക്കുന്നു. And sin was coming along with the riches. ആ സമയത്ത് സഭായോഗമുണ്ട്, ഉത്സവമുണ്ട്, പെരുന്നാളുണ്ട്. Even at that time there were fellowship meetings and festivals and everything. അതടുക്കും ചിട്ടയായി ഒക്കെ നടക്കുന്നുണ്ട്. Those were
were going along its own way. പക്ഷേ പാപം വർദ്ധിച്ചു വരുമ്പോൾ But as sin was increasing, ആട്ടിട ചെറുക്കനായ തെക്കോവയിലെ ഈ പയ്യൻ വിളിച്ചു പറയുക, ഹേ ഇസ്രായേലേ, പാപത്തിനെതിരെ ദൈവം എഴുന്നേൽക്കാൻ പോകുന്നു. one of the young shepherds of that time, Amos was prophesying to the nation that God's hand is coming against the sin of the nation. ഈ സഹോദരനെ കുറിച്ച് പറയുന്ന ആളിനെ കുറിച്ച് കേൾക്കണ്ടേ? And if you would want to know about this young man who is prophesying, യെരുശലേമിൽ മുതൽ ബേത്ലഹേമിൽ നിന്ന് 14 കിലോമീറ്റർ മാറി ഒരു കൊച്ചു ഗ്രാമം, ഒരു കൊച്ചു ഇടയ വില്ലേജ് എന്ന് പറയുന്ന തെക്കോവയാണ് ഈ മനുഷ്യന്റെ സ്ഥലം. so Amos was born in a shepherd village called Tekoa, which is only 14 kilometers away from Bethlehem. ഒരു സാധാരണ കൃഷിക്കാരനാ. And he is a regular farmer. പിന്നെ അത്തി വളർത്തി കാട്ടത്തി വറുക്കി വിറ്റും ജീവിച്ചും കഴിയുന്ന സാധാ മനുഷ്യൻ. And he has all these fig trees that he would take the fruits of that, would sell it and make his living. ഈ മനുഷ്യൻ ദൂത് പറയാൻ കൊട്ടാരത്തിൽ ചെന്നു. And he went to make the king know of the command of the Lord. ആമോസ് 7-ാം അധ്യായം എടുത്തേ. And if you would go to Amos chapter 7, എല്ലാവരും ദിവസം തുറന്ന 7-ാം അധ്യായത്തിൽ ഞാൻ 14-ാമത്തെ വാക്യം വായിക്കാം. അതാണ് അവന്റെ തെരഞ്ഞെടുപ്പ്. എങ്കിലും 12 മുതൽ വാക്യം വായിക്കാം. എന്നാൽ ആമോസിനോട് അമസ്യാവ്, എടോ ദർശക, യഹൂദ ദേശത്തിലേക്ക് ഓടിപ്പോയ്ക്കോ, അവിടെ പ്രവചിച്ച് വല്ല ഉപജീവനം കഴിച്ചോളാൻ പറഞ്ഞു. ബേതേലിൽ ഇനി പ്രവചിക്കരുത്, അത് രാജാവിൻ്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമാ. അതിന് ആമോസ് പറഞ്ഞൊരു പദമുണ്ട്, കേൾക്കണം. 14-ാം വാക്യം എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ ഭാഷയും കൂടെ ചേർത്ത് പറയാം. ഞാൻ ഒത്തിരി പഴക്കമുള്ള പ്രവാചകനൊന്നുമല്ല. ഞാൻ ബൈബിൾ സ്കൂളിൽ പോയി ശിഷ്യത്വം എടുത്ത് പ്രവാചകനായൊന്നുമല്ല. ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്ന ഒരു സാധാ മനുഷ്യനാണ്. പക്ഷേ അടുത്ത പദം കേട്ടണം. പക്ഷേ ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്ക എന്ന് യഹോവ കൽപ്പിച്ചു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ചരിത്രം പഠിപ്പിക്കുന്നത് തെക്കോവയിലെ ആമോസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. Hallelujah. Amos ഇങ്ങനെ പറയുന്നത്. From the history, this is what is told of Amos in the history books. യൗവനക്കാരെല്ലാം ചെവി തുറന്ന് കേൾക്കണം. If the youngsters would pay attention to ഒരു സമൂഹം മുഴുവൻ പാപത്തിലൂടെ കുത്തി ഒഴുകുമ്പോൾ, as a society was flowing along with the sin, ഒരു സമൂഹം മുഴുവൻ പാപം ചെയ്യാൻ വ്യഗ്രത കാണിക്കുമ്പോൾ, as a society was so willing to commit sin, പാപം കണ്ണിന് ഇമ്പമായി നിൽക്കുമ്പോൾ, when sin was pleasing to their eyes, ഒരു കൊച്ചു യൗവനക്കാരൻ ആടിനെ മേയിച്ചു നടക്കുകയാണ്. a young shepherd man, ആടിനെ മേയിച്ചു നടക്കുമ്പോഴും അവന്റെ അകത്തെ ആവേശം എന്തെന്നറിയാമോ? ഈ പാപത്തിനെതിരെ എങ്ങനെ ചലിക്കാൻ പറ്റും? and he had a desire in his heart, how can I make my voice known against the sin? ഒഴുക്കിനെതിരെ നീന്തുവാൻ ചില ചെറുപ്പക്കാരെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യമുണ്ട്. God is looking for young men to run against the flow, to stand against the flow of sin. ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, as he was taking care of his sheep, അകത്ത് ദൈവശക്തി ഉള്ളവൻ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കും. and he was still worshiping in his spirit. ലോകം എങ്ങനെയും പോകട്ടെ, let the world go anyway, എനിക്കത് വിഷയമില്ല. doesn't matter to me. എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുക, അതോടെ ലക്ഷ്യം. my aim is only to please my God. ആട്ടിടെ ചെറുക്കനൊരിക്കൽ ദൈവശബ്ദം വന്നു. And the voice of the Lord came to this shepherd man. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ആട്ടിടയന്മാരെയും മുക്കുവരെയും കൊണ്ട് ഈ സുവിശേഷത്തിന്റെ വാർത്ത ലോകമെമ്പാടും എത്തിച്ച് ലോകത്തെ തിരിച്ചു മറിക്കാൻ ദൈവം കണ്ടെത്തിയ പദ്ധതികൾക്കായി ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 1 കൊരിന്ത്യർ 1:27 വാക്യം പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തെരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. Amen. 1 Corinthians chapter 1:27 says, but God has chosen the foolish things of the world to confound the wise, and God has chosen the weak things of the world to confound the things which are mighty. മക്കളെ, നിങ്ങൾ വിചാരിക്കും എനിക്ക് കഴിവും കൃപയും ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. Brothers and children, you might think that I am not very able to do this. ഒരു ഗുഹയ്ക്കകത്ത് ഒതുങ്ങിയിരിക്കുന്നത് പോലെ നീ ഒതുങ്ങിയിരുന്നോ? Maybe you are hiding as if you are in a cave. പക്ഷേ നിന്നെ തെരഞ്ഞെടുക്കാൻ തെരഞ്ഞെടുപ്പിന്റെ കരം ഇറങ്ങി വരുന്നുണ്ട്. Oh, but God who comes to choose you is coming down to you. നീ ഇന്ന് പഠിക്കുന്നവനായിരിക്കും, ഇന്ന് ജോലി ചെയ്യുന്ന ആളായിരിക്കും. പക്ഷേ ഈ പാപത്തിന്റെ കുത്തിയൊഴുക്കിനെതിരെ നിന്റെ അകത്തളകളിൽ കത്തി കയറുന്നെങ്കിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന്
പകൽ ആത്മാവ് ഞാൻ പറയുന്നു, നിന്നെ തെരഞ്ഞെടുക്കാൻ ദൈവത്തിന്റെ കരം ചലിച്ചിറങ്ങുക. Oh, but even though you are studying, you are working, or whatever, life, whatever area of life you might be, if your heart is desiring to stand against the sin, God will come and choose you to speak for him. ആ കാലം സമ്പൽ സമൃദ്ധമായ ഒരു കാലമായിരുന്നു. As I said, it was a very prosperous time for the Israelites. പക്ഷേ ആ കാലങ്ങളിൽ പാപം ചെയ്ത് ദൈവഭയം നഷ്ടപ്പെട്ട ഒരു തലമുറ. But the people had no fear of sin. 5:21 നോക്കിക്കേ, നിങ്ങൾ ബൈബിൾ ഉണ്ടല്ലോ, തുറന്ന് 5:21 If you would turn to chapter 5 verse 21. കണക്കിന് ഉപവാസങ്ങളും കണക്കിന് സഭായോഗങ്ങളും ഹോമയാഗവും ഭോജനയാഗവും ഒക്കെ നടക്കുന്നുണ്ട്. At that time, there were solemn assemblies, the feast and offering, and everything was going on as it is supposed to be. 4:4 ചെന്ന് 4:4 നോക്കിക്കേ. Chapter 4 verse 4. നാലാമത്തെ നമുക്ക് മൊത്തം ചിന്തിക്കണ്ട. 4:4 നോക്കിക്കേ. ഇവര് പറയുന്നത് എന്താ പറയുക? ബേതേലിലേക്ക് ചെന്ന് അതിക്രമം ചെയ്യണം, ഗിൽഗാലിൽ ചെന്ന് അതിക്രമം വർദ്ധിപ്പിക്കണം. ഗിൽഗാലും ബേതേലും അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം, യാഗം കഴിക്കാനും ദശാംശം കൊടുക്കാനും ദൈവത്തെ സ്തുതിക്കാൻ പോകുന്ന സ്ഥലമാണ്. അവിടെ പോയി എന്ത് ചെയ്യണം അവർ പറയുന്നേ? മിണ്ടിക്കേ, എന്ത് ചെയ്യണം? ഫോണൊക്കെ മാറ്റി വെച്ചേ, എന്ത് ചെയ്യണം? അതിക്രമം ചെയ്യണം. So it says, let's go to Bethel and Gilgal and do transgression there. If you would read further, you can see that Gilgal and Bethel are the places that they would go to offer, give offerings to the Lord and tithes to the Lord. 4:4 ബി നോക്കിയേ, പാർട്ട് ബി നോക്കിക്കേ. രാവിലെ തോറും നിങ്ങളുടെ ഹനനയാഗങ്ങളും 3-ാം നാളും എവരി തേർഡ് ഡേയിൽ എന്ത് കൊടുക്കും? സ്വത്രം. ആ സഭയിൽ ഉപദേശിയായാൽ മതിയായിരുന്നു. എവരി മോർണിംഗ് യാഗം. So every morning they had these sacrifices. Every third day ദശാംശം. And every third day they would bring tithe. 5-ാം വാക്യം വായിച്ചേ. എന്തുകൊണ്ട്? നിങ്ങൾ ഉത്തരം പറ. പുളിച്ച മാവ് കൊണ്ടാണോ സ്തോത്രം അർപ്പിക്കേണ്ടത്? പുളിപ്പില്ലാത്ത അപ്പം കൊണ്ടല്ലേ, പുളിപ്പില്ലാത്ത മാവ് കൊണ്ടല്ലേ? അതിന് കൊരിന്ത്യലേഖനത്തിൽ കർത്താവ് പറഞ്ഞില്ലേ, പുളിച്ച മാവ്, പുളിപ്പ് പാപത്തെ കാണിക്കുന്നു പറഞ്ഞില്ലേ? പാപം കൊണ്ട് നിറഞ്ഞ സ്തോത്രം. So they were bringing thanksgiving of that which is leavened, and the command is that you should not bring any leavened things to the altar. സ്വമേധാർപ്പിതങ്ങളെ സ്വമേധാദാനം എന്ന് പറയും. സ്വമേധാർപ്പിതം ആരും അറിയാതെ കൊടുക്കേണ്ട അർപ്പിതം എന്ത് ചെയ്യും? അടുത്ത വാക്യം, അവർ ഘോഷിച്ച്, മിണ്ടുന്നില്ല, നിങ്ങൾ മിണ്ടുന്നില്ല, കേട്ടെ, അവർ ഘോഷിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? So the free will offerings are the ones that you should give out of free will, and you shouldn't proclaim it, but the people were proclaiming the free will offerings. ഫ്രീ വിൽ ഓഫറിംഗ് കൊടുക്കേണ്ടതെന്നറിയോ? ഇടത് കൈ വലത് കൈ കൊടുക്കുന്നത് ആരും കാണാതെ കൊടുക്കണം. അതാണ്. അപ്പം 3000 ഇന്ത്യൻ രൂപയുടെ സൈക്കിൾ, കഴിഞ്ഞ ദിവസം പാസ്റ്റർ നമ്മുടെ ഇവിടെ ശിവച്ചാൻ പ്രസംഗിച്ചാൻ പറഞ്ഞില്ലേ, 3000 ഇന്ത്യൻ രൂപയുടെ സൈക്കിള് നാട്ടിൽ ഓഫർ കൊടുക്കാൻ വേണ്ടി $3000 ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകും. 3000 രൂപയുടെ സൈക്കിൾ കൊടുക്കാൻ. ഞാൻ പറഞ്ഞല്ല കേട്ടോ, കഴിഞ്ഞ ദിവസം ശിവ പാസ്റ്റർ പറഞ്ഞു, നിങ്ങളെല്ലാം കേട്ടില്ലേ? Shibu Pastor was speaking, people want to proclaim and make everything known to the public, that even though they're giving some small gift, they would spend much more to go and make it a news. ഇങ്ങനെ ആരാധനാലയത്തിൽ എന്നെ നോക്കിയിരുന്ന് കേട്ടെ, സ്തോത്രം, പുളിപ്പില്ലാത്ത സ്തോത്രം അർപ്പിക്കണം, പാപമില്ലാത്ത ജീവൻ നയിക്കണം, വിശുദ്ധ ജീവിതം വേണമെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവർ ആരാധനാലയത്തിൽ ചെല്ലുമ്പോഴും പാപത്തിന്റെ ഒരു കുത്തിയൊഴുക്ക് ആലയത്തിൽ കാണുകയാ. Even though they know the commandment of the Lord that they should live a sin-free life, but even in the temple, they were freely doing sin against God. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. Let me remind you something. ഏത് കാലത്തിലും ഉത്സവങ്ങളും സഭായോഗങ്ങളും യാഗങ്ങളും കാണിച്ചു കൂട്ടുന്ന ഭൗതിക സമ്പത്തിന്റെ അഹങ്കാരങ്ങളല്ല, വ്യക്തിപരമായ ജീവിതത്തിൽ ആരാധനാലയത്തിൽ ആരാധനയിൽ ദൈവവുമായൊരു ബന്ധമുണ്ടായിരിക്കണം. It is not whether you would do the offerings and the worships as a show to others, but there should be a personal connection within your heart to the Lord. That's what matters more. ഇവർ മടങ്ങി വരാൻ വേണ്ടി in order for them to come back, ദൈവം സ്റ്റെപ്പ് ബൈ എന്ത് ചെയ്തു? അനർത്ഥം അങ്ങോട്ട് അയച്ചു. And God started giving them small test step by step. ഒന്നാമത്തെ അനർത്ഥം 6-ാം വാക്യം. Verse 6 is the first one. നിങ്ങൾ നോക്കിക്കോ, വീട്ടിലിരുന്ന് കേൾക്കുന്നവരും വേദവസ്തു തുറന്നു കേട്ടെ. ഒന്നാമത്തെ അനർത്ഥം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. എന്താണെന്നറിയാമോ? ഞാൻ ഇങ്ങനെ പറയാ,
അപ്പത്തിന് കുറവ് വരുത്തി ദേശത്തൊരു ക്ഷാമം അയച്ചു. So God, brought a lack of bread in their places. ദൈവം പറയാ, എന്നിട്ടും നിങ്ങൾ മടങ്ങി പറഞ്ഞേ എന്നിട്ടും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നില്ല. Yet you did not return to me, the Lord said. രണ്ടാമത്തെ അനർത്ഥം 7-8 വാക്യങ്ങൾ. Verses 7 and 8. അവരുടെ സമ്പത്ത്, അവരുടെ അന്നത്തെ പ്രധാനപ്പെട്ട ജോലി, അവരുടെ സമ്പത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവരുടെ കൃഷിയിലാണ്. So they were all farmers, and harvest is where their income comes from usually. ഒരു വരൾച്ച ആ ദേശത്തിലേക്ക് അയച്ചു. So God sent a drought there. There was no rain. God withhold the rain from the land. മഴ പെയ്യാതെ വന്നു, വരൾച്ച വന്നു, അവരുടെ സമ്പത്തിനെ തൊട്ടു ദൈവം. And God withheld the rain, and it affected their harvest. നമ്മുടെ ഭാഷയെ പറഞ്ഞ ജോലിയെ തൊട്ടു ദൈവം. God touched their job in our language. തിരിച്ചറിഞ്ഞില്ല. They still did not turn to God. കർത്താവ് പറഞ്ഞ പദം കേട്ടോ, നിങ്ങൾ വടി വരയിട്ടോണം കേട്ടോ, റെഡിക്കോട്ടോ. എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വന്നില്ല. Yet you did not return to me, the Lord declared. മൂന്നാം അനർത്ഥം 9-ാമത്തെ വാക്യം. The third test God sent is in verse 9. ഞാൻ എന്റെ ഭാഷയെ പറയും, എക്കണോമിക്കൽ ബാധിച്ചു ദൈവം. And God, touched their economy. അവരുടെ പ്രധാനപ്പെട്ട എക്കണോമിയെ, മുന്തിരിയും തോട്ടങ്ങളും അത്തിവൃക്ഷമൊക്കെ ദൈവം നമ്പരം തൊട്ടു അവരെ എക്കണോമിയെ ബാധിച്ചു. And their gardens and their vineyards, everything was touched by God. എന്നിട്ടും അവർ തിരിഞ്ഞു വന്നില്ല. Yet they did not turn to God. 10-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. Verse 10. 4-ാമത്തെ ദൈവത്തിന്റെ സ്പർശനം. God touched for the 4th time. അവൻ മഹാമാരി അവരിലേക്ക് അയച്ചു. And God sent a pestilence among them. ഹലോ, എന്നോട് ഉണ്ടോ എല്ലാവരും? മഹാമാരി എന്നുള്ളിടത്ത് നിങ്ങൾ പേരിട്ട് വിളിച്ചോ കേട്ടോ, നിങ്ങൾ അങ്ങ് വിളിച്ചോ പേരൊക്കെ. So the pestilence, you can call it with whatever pestilence that you think of. എന്നിട്ടും അവർ എന്ത് ചെയ്തില്ല? Still, yet they did not turn to പദം ഇന്ന് God. രാവിലെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ 4 മണിക്ക് 3:30 എണീറ്റ് നിന്നിരുന്ന് സാധാരണ 4 മണിക്ക് അലാറം അടിച്ച് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന വെളുപ്പിൽ എഴുന്നേറ്റ് ഞാൻ വന്ന് ഇങ്ങനെ വീണ്ടും ഇത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിനകത്ത് തട്ടിയൊരു പദം അറിയാം, നിങ്ങളുടെ പാളയങ്ങളിൽ നാറ്റം ഞാൻ നിങ്ങളുടെ മൂക്കിൽ കയറ്റിയെന്ന. And as I was reading it again this morning, if you would turn to chapter 10, the second part, and I made the stench of your camp go up into your nostrils. മോനെ കേട്ടെ, യൗവനക്കാർ പ്ലേഗ് കൊണ്ട് മരിച്ചു വീണു. ഒരു പട്ടണം മുഴുവൻ ഉന്മൂലനാശം ദൈവം ചെയ്തു. As I read the history about that verse, God actually affected one complete city. അത് 12-ാമത്തെ വാക്യത്തിൽ അടുത്ത വാക്യത്തിലുണ്ട്, ഒരു പട്ടണത്തിലെ യൗവനക്കാർ മരിച്ചു വീണിട്ട് അടക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട്, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ ഷിപ്ലോക്കിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു. And if you would read the history about that chapter, it is said that they did not have place to bury their dead men, and it was a ദൈവസഭയെ എന്നിട്ടും അവർ ദൈവത്തിലേക്ക് മടങ്ങി വന്നില്ല. But yet they did not turn back to God. ലോകമെമ്പാടുമുള്ള പെന്തക്കോസ്ത് സഭയോട് എനിക്ക് പരിശുദ്ധാത്മാവിൽ ഇന്ന് പകലും വിളിച്ചു പറയാൻ ഒരു ദൂതുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവം പറയുന്നു, ദൈവസഭ മടങ്ങി ദൈവത്തിലേക്ക് വരിക. Oh, it is such a time, a crucial time, that the worldwide church should come back to God at least now. എന്നിട്ട് തെക്കോവയിലെ ഇടയബാലൻ വിളിച്ചു പറയുകയാണ്. And this young shepherd boy from Tekoa was still proclaiming. ഇതുവരെ വന്നില്ല. Yet they did not come to God. ഞാൻ നിങ്ങളെ ഈ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചേ. And if we come back to this time that we live and compare, ഈ മഹാമാരി നിന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തിയേ? like this plague or the COVID, what change did that make brought into your life? COVID-19 വന്ന 6 മാസം കൊണ്ട് എന്ത് മാറ്റം വരുത്തി? What change happened in our life within the last 6 months? പ്രാർത്ഥനാ ജീവിതം കൂടിയോ? Are you praying more? ആരാധന കൂടിയോ? Are you worshiping more? ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ഏതെങ്കിലും ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയോ നിനക്ക്? Have you at least felt that I need to come closer to my God at least? ശക്തിയോടെ ആത്മനിയോഗത്തിൽ തിരുവചനം ഈ പുൽപിറ്റി വിളിച്ചു പറയുന്നു, ദൈവസഭ ദൈവത്തിലേക്ക് മടങ്ങി വന്നേ മതിയോ. Oh, let me proclaim with the spirit of the Lord today that the church must come back to God at least now. കനത്ത മുന്നറിയിപ്പുമായി ദൈവം ഇറങ്ങി.
God came with a very like serious information to them. നമ്മൾ കംഫോർട്ട് സോണിലായി പോയി ഈ കോവിഡ് കാലത്ത്. Even in the COVID times, we are still sitting in a comfort zone. നമ്മൾ കംഫോർട്ട് സോണിലായി പോയെന്ന് We have all gone into a comfort zone. നിറകണ്ണുകളുടെ ആത്മാവിൽ ഭാരത്തോടെ പറയുന്നു, ദൈവസഭ വല്ലാത്ത കംഫോർട്ട് സോണിലായി പോയി. With a burden in my heart, let me share this with you that we are still in a comfort zone. ദൈവം ഇറങ്ങി വന്ന് പറയുകയാണ്. But God came down and said, ഇനി ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. 12-ാം വാക്യം. In verse 12, God said, I have one more thing to say. ഇതുവരെ നിങ്ങൾ മടങ്ങി വന്നില്ലല്ലോ. You have not come until this far. ഇസ്രായേലേ, Israelites, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. I will do this to you. ഇസ്രായേലേ, Israelites, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട്, because I will do this to you. ആലയത്തിലുള്ള ദൈവമക്കൾ ചേർന്ന പദം എന്ന് പറഞ്ഞേ, നമ്മുടെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. Oh Israel, prepare to meet your God. ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് ഒരു ന്യായവിധിയുടെ കാലം വരുന്നെന്നോ. And Israelites were warned by God finally that there is another judgment coming to them. ദൈവത്തിന്റെ വരവ് അവർക്കൊരു കെണിയായി തീരുമെന്നാ പറഞ്ഞത്. No, they were given a warning that the coming of the Lord will become a trap for them. എന്നാൽ ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും തെക്കോവയിലെ ഇടയ ബാലന്മാരെ പോലെ അകത്തളങ്ങളിൽ ആത്മശക്തി പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ ഇന്നും ആരാധിക്കും ഒരു ശേഷിപ്പ് ഇതിനകത്തുമുണ്ട്. ഞങ്ങൾ പറയും, ഞങ്ങൾ അവരായി കാത്തിരിക്കുന്നവരോ. Oh, that time and this time alike, a few people, a remnant who has the spirit of the Lord inspiring in their heart would say that we are waiting for our Lord. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ അകത്തുണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്തളങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ, ആത്മാവിന്റെ ചൈതന്യമുണ്ടെങ്കിൽ, സീനായി മലയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ശക്തി, സെഗിയോൻ മലയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് പകല് ഈ ഹോളിനകത്ത് വെളിപ്പെട്ട് വരികയോ. കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിച്ച്, ആത്മശക്തി ദൈവത്തിന്റെ മക്കൾ കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിച്ച്, ദൈവത്തിന്റെ കൃപ ലഭിച്ച ദൈവത്തിന്റെ മക്കൾ കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിച്ച് ശക്തിയോടെ മക്കളെ, നമ്മളും യേശു ക്രിസ്തുവിന്റെ വരവിന് കാത്തിരിക്കുന്നവരാ. We are also waiting for the coming of our Lord. അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ കാണും, പക്ഷേ അത് ന്യായവിധിക്കാം. To Israelites there was a serious warning that you will see the Lord, but that was a warning of judgment to come. അവൻ വന്നാൽ നിങ്ങൾക്കൊരു കെണിയാകും. If God comes now, it would be a trap for you. പക്ഷേ നമ്മളും നാഥന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു മനസ്സിലാക്കി കാത്തിരിക്കുന്നു. But we are also in such a time that our Lord's coming is so close to us. നമ്മുടെ കർത്താവ് വരവ് ഏറ്റവും വാതിൽക്ക വന്ന് നിൽക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു. And I seriously understand that our God's coming is at hand. ബൈബിൾ ഒരു പ്രവചന പുസ്തകമാണ്. Bible is a prophecy book. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ എഴുതിയ കുത്തി നിറച്ചിരിക്കുന്ന പുസ്തകമാണ്. And it is a book filled with the prophecies about our Lord Jesus. ഞാൻ ജനിച്ചത് കൊല്ലം ജില്ലയിൽ കുണ്ടറയ്ക്കടുത്ത് മോത്തലെ പാപ്പച്ചൻ എന്ന് പറഞ്ഞ സാധാ മനുഷ്യന്റെ മോനെ ജനിച്ചു. ഞാൻ ജനിക്കുമെന്ന് ആരും പ്രവചിച്ചില്ല, ഞാൻ മരിക്കുമെന്നും പ്രവചിച്ചിട്ടില്ല, എന്നെക്കുറിച്ചൊന്നും വലിയ പ്രവചനമൊന്നും ഉണ്ടായിട്ട് ഞാൻ ജനിച്ചതൊന്നുമല്ല. So I was not born of any prophecy. I was born as a son of an ordinary man in a village, and no one is going to prophesy when would I die. ഒരു പോക്കിൽ ഒരു കുത്തി ഒഴുക്കിൽ പാപ്പച്ചാൻ ഒരു മോനുണ്ടായി, ഞാനും ഉണ്ടായി. അങ്ങനെ So like in the time, as time passed, like my father had a son, so I came to the bee. എനിക്ക് 500 വർഷം മുമ്പൊക്കെ പ്രവചിച്ച് ജനിച്ച ആരുണ്ടിനകത്ത്? ആരുണ്ട്? ആരുമില്ല. So there is no one who were born 500 years before me. പക്ഷേ യേശുവിനെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യേകത, but the significance of Jesus Christ is, അവൻ എവിടെ ജനിക്കുമെന്ന് പ്രവചിച്ചു. it was prophesied where he would be എങ്ങനെ born, ജനിക്കുമെന്ന് പ്രവചിച്ചു, how he would be born, പ്രവചിക്കുമ്പോൾ സാമൂഹികമായി പരമായി മതപരമായ വ്യത്യാസങ്ങൾ എന്താകുമെന്ന് പ്രവചിച്ചു. and it was prophesied how the time will change because of his birth. അവന്റെ ജീവിതം എന്താണെന്ന് പ്രവചിച്ചു. His life was prophesied. അവന്റെ മിനിസ്ട്രി എന്തായിരിക്കും എന്ന് പ്രവചിച്ചു. His ministry was prophesied. 30-ാം വയസ്സിൽ യോഹന്നാന്റെ കൈക്ക് സ്നാനപ്പെടുമെന്ന് പ്രവചിച്ചു. It was prophesied who would baptize him. 33-ാമത്തെ വയസ്സിൽ ക്രൂശിക്കപ്പെടുമെന്ന് പ്രവചിച്ചു.
prophesied about his death. അവനെ ഉറ്റവരാ തള്ളപ്പെടുമെന്ന് പ്രവചിച്ചു. And that he would be refused by people. മൂന്നാം ദിവസം പാതാളത്തെ മരണത്തെ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പ്രവചിച്ചു. That he would be resurrected on the third day. സമ്പന്നന്റെ കല്ലറ അടക്കം ചെയ്യുമെന്ന് പ്രവചിച്ചു. He would be buried in a rich man's അവൻ tomb. ഉയർത്തെഴുന്നേറ്റ് വന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുമെന്ന് പ്രവചിച്ചു. He would appear to the disciples was prophesied. അങ്ങനെയാണെങ്കിൽ ഇനി നിറവേറാനുള്ള ഒരു പ്രവചനമുണ്ട്. If so, there is another prophecy. സമൂഹമേ തിരിച്ചറിയണം. Hallelujah, let us realize it. അത് എന്റെ യേശുവിന്റെ മടങ്ങി വരവ്. And that is the second coming of ആ my Lord. പ്രത്യാശയുള്ള ദൈവത്തിന്റെ മക്കൾ കരമുയർത്തി ശകുനിയോട് ദൈവത്തെ സ്തുതിക്കട്ടെ. Hallelujah, hallelujah. പ്രവചിച്ച് ജനിച്ച് പ്രവചിച്ച് ജീവിച്ച് പ്രവചന പ്രകാരം മരിച്ച് പ്രവചന പ്രകാരം മടങ്ങി വരുന്ന ഒരൊറ്റ ഇതിഹാസ പുരുഷനുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രമേ ഉള്ളൂ. If there is a man, who was born out of as a fulfillment of the prophecy, who lived as it is and who died and who is to come, that is the man Jesus Christ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തന്റെ അരിമ ശിഷ്യന്മാരുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടു. And once Jesus is risen from the dead, he appeared to his disciples. വ്യത്യസ്ത നിലകളിൽ വ്യത്യസ്ത സമയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. And in different times, at different circumstances, he appeared to them. 500-ലധികം ജനത്തിന് ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടതായി പൗലോസ് പറയുന്നു. And Paul says that he appeared to over 500 men at once. ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഇനി സ്വർഗ്ഗാരോഹണം ചെയ്യാൻ പോയി, ഞങ്ങൾ എല്ലാം ഒലിവുമലയിലേക്ക് വരാൻ പറഞ്ഞു. So Jesus told the disciples that I am going to be ascended to heaven, you all come to the Olive mountain. ഒലിവുമലയിലേക്ക് കർത്താവ് ഉയർന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നു. And Jesus stood up in a high place. 500 ശിഷ്യന്മാർ മിനിമം 1000 കണ്ണുകൾ കർത്താവിനെ താഴ്വരയിൽ നോക്കിക്കൊണ്ടിരിക്കുക. So at least 500 of his disciples were watching him in the valley. യേശു രണ്ട് കരങ്ങളും ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ പറയും, അങ്ങനെയല്ലേ അനുഗ്രഹിക്കുന്നത്? രണ്ട് കരം ഉയർത്തി അവരെ അനുഗ്രഹിക്കുക. So Jesus blessed them. Let me say, with his hands he blessed them. ഭൂഗുരുത്വാകർഷണ ബലത്തെ വെല്ലുന്ന ഒരു ആത്മശക്തി അവന്റെ മേൽ വന്ന് ഭൂമിയിൽ നിന്ന് പെല്ലെ ഉയരാൻ തുടങ്ങി. And a power came to him that is overpowering the power of gravity, and he started like ascending to heaven. യേശുവിന്റെ കാൽപാദങ്ങൾ മേലേക്ക് ഉയരുമ്പോൾ, as Jesus was getting like ascended to heaven, അവരുടെ കണ്ണുകളും മേലേക്ക് ഉയർന്നു. Oh, the disciples also looked at him. ആ യേശു ഉയരുന്നു, അവരും ഉയരുന്നു. And their eyes were looking up. യേശു മേലോട്ട് പോകുന്നു, അവരുടെ കണ്ണുകൾ മേലോട്ട് പോകുന്നു. As Jesus was going up and up, they were looking up. മേഘപ്പാളികൾ വന്ന് കർത്താവിനെ അങ്ങ് മറഞ്ഞു. And the cloud came and പറഞ്ഞുകൊണ്ടിരിക്കും, ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. I can feel the presence of the Lord in my കണ്ട ശിഷ്യന്മാരുടെ കണ്ണുകൾ നിറഞ്ഞു കാണും. Maybe the disciples സന്തോഷത്തിന് ആശ്രുക്കൾ പൊഴിക്കുകയവർ. Maybe they were crying with joy. മേഘത്തിന്റെ പാളികൾ വന്ന് യേശുവിനെ മറഞ്ഞ് യേശു അങ്ങ് പോയി. As Jesus was disappearing into the clouds, അവരെ പുറകിൽ നിന്നുകൊണ്ട് ശബ്ദം കേട്ടവര്, and they heard a voice coming from the ഗലീല പുരുഷന്മാരെ, men of Galilee, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്, looking into the clouds, നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശുവിനെ, Jesus who ascended to സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവരായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മേഘാരൂഢനായി ഇറങ്ങി വരും. As you see him ascending to the clouds, he will come down with clouds. യേശുവിന്റെ വരവ് ചിലർക്ക് കെണി, ചിലർക്ക് സന്തോഷം. Now the coming of Jesus will be a trap to some people, but joy to many. പ്രിയ സ്നേഹിത, കർത്താവിന്റെ വരവ് നിനക്ക് കെണിയാണോ സന്തോഷമാണോ? Or is it going to be a trap for you or a joy for you? എനിക്ക് സന്തോഷമാണ്. എനിക്ക് ജീവൻ തന്ന കർത്താവിനെ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്തെന്നറിയാമോ? കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ച് അവന് വേണ്ടി നിൽക്കുന്ന എനിക്ക് പറയാൻ കഴിയും, അവന്റെ വരവ് എനിക്ക് മാൽവരി സഭയ്ക്ക് സന്തോഷമോ. Oh, let me tell you that it will be a joy for myself and the church in Albany. സന്തോഷം അനുഭവിക്കുന്നവർ കരങ്ങളെ തട്ടി സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കട്ടെ. Hallelujah, hallelujah. Thank you, Lord. Hallelujah, hallelujah, hallelujah. Yes, Lord. മത്തായിയുടെ സുവിശേഷം 24 മാർക്കോസ് 13 ലൂക്കോസ് 21 കൂടെ ചേർത്ത കർത്താവ് യേശുവിന്റെ വരവ് ലക്ഷണങ്ങളെക്കുറിച്ച് അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞു. In Matthew chapter 24 and from the chapters in Mark and Luke, Jesus was telling what are the signs of his coming back. നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ സന്ദേശം. And as I love you, let me conclude it with this thing. ലൂക്കോസ് 21:34-36 വരെ വാക്യങ്ങൾ ഇങ്ങനെ പറയും. Luke chapter 21 verses 34 through 36 we read. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ പ്രസംഗിച്ച ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ട്രാപ്പ് പോലെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? റിമൈൻഡർ,
സൂക്ഷിച്ചോണം. And take heed to yourself, lest at any time your hearts be overcharged with the worldly excess and drunkenness and cares of this life, and so that day may come upon you unexpectedly as a trap. ബൈബിൾ സ്റ്റഡിയിൽ ഞാനത് എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പദങ്ങൾ. I have explained these verses very well to you in Bible study or in some other messages. ഒന്ന് അതിഭക്ഷണം. The first one with worldly excess. ഹലോ സ്വതന്ത്രം പറഞ്ഞു. Worldly excess. അതിഭക്ഷണം. അതിയായി ഏത് വസ്തുവിനെ ലോകത്തിൽ സ്നേഹിക്കുന്നതിനെ കുറിച്ച് കർത്താവ് പറയുന്നത്. So even though it's like a food, in Malayalam translation it is actually talking about anything that you love excessively in this world. Anything, it could be anything. രണ്ടാമത് മദ്യപാനം. The second one, drunkenness. പാസ്റ്റർ ബെന്തക്കോസ് സഭയിൽ ഇതൊക്കെ പ്രസംഗിക്കല്ലേ പാസ്റ്റർ? So you might be telling me, am I preaching in your pastor, you're preaching in Pentecostal church? കുഞ്ഞെ, മദ്യപാനം നിന്നെ യേശുവിന്റെ വരവ് കെണിയിൽ കൊണ്ടെത്തിക്കും. So if you are a person who is drinking, it would put you in a trap when it is the coming of Jesus. അവിടെ മദ്യപാനം എന്ന് കൊടുത്തിരിക്കുന്നതിനെ മറ്റൊരു ഭാഷയുടെ അതിൻ്റെ ട്രാൻസ്ലേഷൻസ് പഠിച്ചാൽ ഏത് അഡിക്ഷൻ നിനക്കുണ്ടോ ആ അഡിക്ഷൻ ഈ ലോകത്തോട് നിന്നെ സ്നേഹം വർദ്ധിപ്പിക്കും. യേശുവിൻ്റെ വരവ് നീ അറിയത്തില്ല, നിനക്കത് ട്രാപ്പായി മാറും. And when you check other versions and the translations, you can understand that drunkenness here, it denotes any addiction, any kind of addiction that you may be facing today would put you in a trap when it is associated with the coming of Jesus. മദ്യപാനവും പുകവലിയും ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ സുഖിച്ചു പോകുമ്പോൾ കുഞ്ഞെ, കർത്താവ് നിന്നോടൊരു വാണിംഗ് പറയുന്നു, എൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കോളാം. As we are overcharged with these things in the world, the Bible gives us a warning that let us prepare to meet our God. അഞ്ചുവിധ മുന്നറിയിപ്പുകൾ ദൈവം നൽകിയിട്ടും മനസ്സിലാകാത്ത സ്നേഹിത, ദൈവാത്മനിയോഗത്തോടെ ഭാരത്തോടെ പറയുക, ദൈവസഭയ്ക്കകത്ത് കൂടിയിരുന്ന് പോയിട്ട് പാസ്റ്റർക്ക് ടൈത്ത് കൊടുത്തത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ യാഗങ്ങളും സഭായോഗങ്ങളും ഒക്കെ ഇങ്ങനെ അങ്ങ് നടന്നു പോയത് കൊണ്ട് നീ അങ്ങ് വേളി പോകുമെന്ന് ചിന്തിക്കരുത്. ഇന്ന് പകലും പറയുന്നു, മദ്യപാനം ഒരിക്കൂത്ത് വിട്ടുകളഞ്ഞ് ദൈവത്തിനെ മീറ്റ് ചെയ്യാൻ തയ്യാറാകുക. No, it doesn't take us to heaven because we orderly attend the services and give tithe, but we have to get rid of whatever addictions we may have. It might be alcoholism or other addictions and the excessive worries of the world. We have to get rid of them and get ready to meet our God. 1 Korinത്യർ 6:9-10 വാക്യം നിങ്ങൾ വീട്ടിൽ വായിച്ചോണം. കർത്താവ് വ്യക്തമായി പറയുന്നു, ഈ വക ആൾക്കാർ ദൈവരാജ്യം അവകാശമാക്കും. 1 Corinthians chapter 6 verse 9 and 10, when you should read it at home, these kind of people will not enter heaven. The Bible clearly says. അതിഭക്ഷണം, മദ്യപാനം, third one, anxieties of life. അല്ലേ? അതാർക്കാ ഇല്ലാത്തല്ലേ? So actually it takes about the cares of this life or anxieties of this life. Who of us don't have anxieties about this life? ഉപദേശം പറയുമ്പോൾ ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ പോലെ ആകരുത് എന്ന് പറഞ്ഞാൽ ചിന്തിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് പറഞ്ഞത്. So Paul in another place says we shouldn't be like the women who are not without any thought. We should actually think about in our life. പക്ഷേ എന്ത് ചിന്ത പാടില്ല? But what kind of thought is not allowed? ആകുല ചിന്ത പാടില്ല. We shouldn't worry much. എന്നുവെച്ചാൽ മക്കളെ ദൈവമല്ലേ നമ്മള് വല്ലതും തീരുമാനിച്ചിട്ടാണ് മക്കളെ നൽകിയത്. So did we do anything to have children? God gave them as a gift. ഡെയിലി നീഡ്സിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ഒത്തിരി ആകുല ചിന്തപ്പെടണം. കാരണം രാവിലെ മുതൽ കിടന്നുറങ്ങിയിട്ട് പടച്ചോൻ കിട്ടിത്തരും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുന്നാൽ സെന്റ് പീറ്റേഴ്സ് ജോലിക്ക് പോയി പണി കിട്ടും. So we should think about how we would make the living. We should go to work rather than sleeping all day and thinking that God will provide everything. We should work, but the Bible says. പക്ഷെ ഒത്തിരി ആകുല ചിന്തകൾ നിന്റെ ക്രിസ്തീയ ജീവിതത്തെ തൊടുന്നെങ്കിൽ but we shouldn't be frustrated about our daily needs. മോനെ ഫോണൊക്കെ മാറ്റി വെച്ചേ. കൂട്ടായ്മയ്ക്ക് തടസ്സമായി, ഉപവാസ പ്രാർത്ഥന തടസ്സമായി, പ്രാർത്ഥനയ്ക്ക് തടസ്സമായി, കൂട്ടായ്മയ്ക്ക് വരാൻ തടസ്സമായി നിന്റെ ആകുല ചിന്തകൾ നിന്നെ ബാധിക്കുന്നെങ്കിൽ ഓർത്തോ, കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ കേൾക്കാൻ പറ്റാതായി പോകും. If there is something that is really excessively taking over your life, let me remind you that if it is keeping you from coming to the fellowships, worshiping the Lord, having personal time with God, let me tell you that it would affect you when it's the coming of Jesus.
നിങ്ങളാരും മീറ്റിംഗ് വന്നില്ലെങ്കിൽ ഞാൻ ഇനി വിളിക്കാം. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സഭാ ശുശ്രൂഷകനായി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സ്വോത്രമൊക്കെ പോലെ അഭിഷേകമൊക്കെ അങ്ങ് പോയല്ലോ. സ്വോത്രം, ഗ്ലോറി. അവിടെ പറയുന്ന ഇങ്ങനെ 36 വാക്യം, ആകയാൽ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന് മുമ്പിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് വാച്ച് ആൻഡ് പ്രേ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പി. Luke chapter 21 verse 36 clearly says that stay awake at all times, praying that you may have strength to escape all these things that are going to take place and to stand before the Son of Man. ഉണർവിന്റെ ഇക്വേഷൻ ഞാൻ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. And I have explained to you what is the equation of revival. Repentance plus return is equal to revival or restoration. Repentance and return is what brings revival. പാപബോധത്തോടെ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ ഒരു ഉണർവും നമുക്ക് ദൈവം നൽകുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ്. With repentance in your heart, if you would return to God, let me remind you that we will be revived by God. കർത്താവിനെ മീറ്റ് ചെയ്യാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? Are we prepared to meet our God? അവൻ മേഘാരൂഢനായി ഇറങ്ങി വരാൻ പോകുകയാണ്. He is going to come back in clouds. നമ്മുടെ തലമുറയിൽ കർത്താവിനെ കാണും. We will see him in face in our generation. ഈ പകർച്ചവ്യാധികൾ പട്ടണങ്ങളിൽ കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് യൗവനക്കാർ ചത്തു വീണ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും എനിക്കും ഇതുവരെ തിരിച്ചറിഞ്ഞില്ലേ കർത്താവിന്റെ വരവാസന്നമായെന്ന്? As we are seeing with our own eyes, the young men and older alike are dying, in cities and villages, that the coming of the Lord is at hand. യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. Our God's coming is at hand. പ്രിയ സ്നേഹിതാ, ഈ ഉലകമുണ്ടാക്കിയ ദൈവം നമ്പുരാൻ ഒന്നാമത് വന്ന കാര്യം നീ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ പറയുന്നു, പാപികളെ തേടി പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ യേശു കാൽവരി ക്രൂശിൽ മരിക്കേണ്ടതിന് ഇറങ്ങി വന്നു. എന്നാൽ അവനെ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ യേശു വീണ്ടും ഇറങ്ങി വരും. If some of you who are listening to me today, if you don't know the first coming of Jesus Christ, Jesus once came to die for the sinners and to die for everyone in the world, but he is going to come back a second time to take those who are prepared to meet him. എൻ്റെ യേശു 2020 വർഷങ്ങൾക്ക് മുമ്പ് ഒന്നാമതായി ഉലകത്തിൽ ഇറങ്ങി വന്നു. Jesus came down 2000 years ago as the first time. അന്ന് വന്നത് പാപികളെ ചേർത്ത് നിർത്തി പാപത്തിന് പരിഹാരം വരുത്താൻ. He came to seek the lost and to bring salvation to the sinners. ആ വാർത്ത ഇന്ന് പകലും ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നു. Let me declare that news even today. നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു കാൽവരി ക്രൂശിൽ മരിക്കാൻ ഇറങ്ങി വന്നു. Jesus died for you on the cross for your sins. പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാ നമുക്ക് വേണ്ടി സകല കഷ്ടം അനുഭവിച്ച ദൈവത്തെ ഇന്ന് പകൽ ഉയർത്തുന്നു. ആ യേശു നിനക്കൂടെ വേണ്ടിയാ മരിച്ചത്. Jesus who was tempted in everything but yet without sin, he is even living today, and I exalt his name even today. ആ യേശു ഇനി വരുന്നത് പാപികളെ ചേർക്കാനല്ല, പാപമില്ലാതെ വിശുദ്ധന്മാരെ ജീവിക്കുന്ന ഒരു ജനറേഷൻ ഇവിടെയുമുണ്ട്. അവരെ ചേർക്കാൻ യേശു മേഘാരൂഢനായി ഇറങ്ങി വരുന്നു. And that same God is coming again, not to take the sinners, but those who are leading a holy life, to meet him. പ്രിയ സ്നേഹിതാ, യേശുവിനെ എതിരേൽപ്പാൻ നീ റെഡിയാണോ? Are we prepared to meet our God today? അല്ലെങ്കിൽ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക്. Otherwise we should be prepared. Let us get prepared today. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം എൻ്റെ കൂടെ. Hallelujah. കർത്താവിന്റെ പറയും, കർത്താവേ, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ സ്നാനപ്പെട്ടതാണ്, ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. Let us say that, Lord, I have obeyed your commandments, I'm born again and I baptized and I follow you. അതിയായ ചില കാര്യങ്ങളിൽ എനിക്ക് താല്പര്യമുണ്ട്. But certain things, I'm excessively worried. ഞാൻ മദ്യപാനത്തിന് അടിമയാണ്. I am addicted to alcohol. ഞാൻ പുകവലിക്ക് അടിമയാണ്. I am addicted to cigarettes. ഞാൻ പല സോഷ്യൽ മീഡിയക്ക് അടിമയാണ്. I am cigarette to many, social media habits. ഞാൻ പിശാചിന്റെ ബന്ധനത്തിൽ പിടിക്കപ്പെട്ട് കിടക്കുന്നു. I am caught by Satan. എനിക്ക് എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിശാചിന്റെ മുഖം എൻ്റെ മേൽ വെച്ചിരിക്കുക. I want to get up from where I sit, but the yoke of Satan is heavy on me. ആ മുഖത്തെ പൊട്ടിക്കാനാ യേശു ക്രൂശിൽ മരിച്ചത്. And Jesus died in order
to break that yoke from you. ഇന്ന് പകൽ ചില നുകങ്ങൾ പൊട്ടി മാറുന്നു. No, certain yokes are being removed today. ദൈവമക്കൾ ആത്മാവിൽ സ്തുതിച്ചു തുടങ്ങട്ടെ. Hallelujah. ന്യായമല്ലാത്ത ചില ബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ അടിഞ്ഞു മാറുന്നു. ന്യായമല്ലാത്ത ചില രോഗങ്ങൾ അടിഞ്ഞു മാറുന്നു. ന്യായമല്ലാത്ത ചില പാപത്തിന്റെ ബന്ധനങ്ങൾ അടിഞ്ഞു മാറുന്നു. ആത്മാവിൽ സ്തുതിച്ചു കയറാൻ കഴിയുന്ന ദൈവത്തിന്റെ മക്കൾ സ്തുതിക്കട്ടെ. ഇന്ന് പകൽ ആത്മാവിൽ പറയുന്നു, ചില ബന്ധനങ്ങളെ നുകങ്ങളെ കർത്താവ് അടിച്ചു മാറ്റുകയോ. നീ താല്പര്യം കാണിക്കാതെയും നീ ഇഷ്ടപ്പെടാതെയും തന്നെ ചില പാവങ്ങൾക്ക് നീ അടിമ തന്നെയാ. And even though, it's not of our interest, we get addicted to certain habits, involuntarily or unknowingly. മക്കളെ, യേശുവിന്റെ വരവ് നമ്മുടെ ജനറേഷനിൽ കാണും. But let me remind you again that we are the generation who are going to see the coming of Jesus. ഇന്ന് രാത്രിയിൽ കാഹളം ധ്വനിച്ചിറങ്ങിയാൽ, if the trumpet sounds tonight, യേശുവോട് ഈ ആരാധന സമർപ്പിക്കുന്നപ്പാ എന്ന് പറഞ്ഞു ഒന്ന് പ്രിപ്പയർ ചെയ്യുക. എത്ര പേര് ഈ പകലുണ്ട്? അവരെ കരങ്ങൾ ചലിക്കട്ടെ, അവരെ നാവുകൾ ചലിക്കട്ടെ, അവരെ ഹൃദയത്തിനകത്തു നിന്ന് ദൈവത്തോട് കരയട്ടെ. യേശുവിന്റെ നാമത്തിൽ. Yes, Lord, hallelujah. Can we cry out to God? Lord, we resubmit yet again, during this worship service. Let us be prepared to meet our God if He comes tonight with the sound of the trumpet. കർത്താവേ, എൻ്റെ കൂടെ ആരാധിപ്പാൻ നീ നൽകിയ പാവപ്പെട്ട ജനമായി വരിക. ഞങ്ങൾ ഒത്തിരി പ്രതികൂലങ്ങളിലും സങ്കടങ്ങളിലും കഷ്ടങ്ങളിലും ഒക്കെ ജീവിക്കുന്നവരാ. പലപ്പോഴും വല്ലാത്ത ബന്ധനങ്ങളിൽ ഞങ്ങൾ അകപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രയോറിറ്റി പലതും ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി കാഹളം ധ്വനിക്കുകയാണെങ്കിൽ എൻ്റെ ജനത്തിൽ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവേ, മേഘത്തേരിൽ അങ്ങ് ഇറങ്ങി വരുമ്പോൾ യെസ് ലോർഡ് ഐ ആം റെഡി എന്ന് പറയുന്ന ഒരു സമൂഹത്തെ എൻ്റെ അപ്പാ ഈ ആൽബനിയിൽ സ്പ്രിംഗ് ഫീൽഡിൽ ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ ഭക്തനും അങ്ങയുടെ ദാസനുമാകുന്ന ഈ അടിയൻ ഇന്ന് പകൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ആത്മശക്തി ഇവർക്ക് നൽകണമേ. ലോകത്തെയും ലോകമുഖത്തെ സഹിക്കാതെ യേശുവിൻ്റെ നാമത്തിൽ നിൽപ്പാൻ ഇവരെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആത്മീയോഗത്തെ ഞാൻ ഇവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.